ഏറ്റവും വലിയ മീഡിയയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാവരിലേക്കും എത്തിച്ചെല്ലാൻ പറ്റുന്ന മീഡിയയാണ് സിനിമ, അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്കെല്ലാം ഏറ്റവും ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന മാധ്യമം. അവിടെ എന്ത് നമുക്ക് ചെയ്യാമെന്ന് പല സ്ഥലത്തിരുന്ന് ചിന്തിക്കുകയും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്നിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമാണ് CN ഗ്ലോബൽ മൂവീസ് എന്ന ഒരു കമ്പനി ഉണ്ടാകുകയും അതിൻ്റെ ആദ്യ ചിത്രമായി ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെടുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് കൈയോടെ സ്വീകരിക്കാവുന്ന ഒരു കുടുംബത്തിനും യുവജനങ്ങൾക്കുമൊക്കെ ഒന്നിച്ച് ആസ്വദിക്കാവുന്ന ഈ കാലഘട്ടത്തിൻ്റെ തമാശകളൊക്കെ ചേർത്ത് നല്ല സന്ദേശം നൽകുന്ന ഒരു സിനിമ നൽകുന്നതിന് വേണ്ടി ആദ്യത്തെ ചിത്രത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങുകയാണ്. നല്ല തീം അല്ലെങ്കിൽ ഒരു നല്ല പ്രമേയത്തോടു കൂടിയാണ് ഇതിൻ്റെ ഡയറക്ടറും എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നത്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് ഫിലിം, അതിൻ്റെ പേര് തന്നെ സ്വർഗം എന്നാണ്. സോ എല്ലാ പ്രേക്ഷകർക്കും ഇത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലൊരു സിനിമ ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്ന PLC ഹാളിന് ഞാൻ തമ്മിലൊരു വലിയ റിലേഷൻ ഉണ്ട്. കാരണം എൻ്റെ സിനിമാ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കൈരളിയിലെ സ്റ്റാർ വാർസ് അതിൻ്റെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് ക്യാമ്പും. ഇവിടെ നിന്നാണ് VK പ്രകാശ് എന്ന് പറയുന്ന സംവിധായകൻ ആദ്യ സിനിമയിലേക്ക് ഞാൻ വരുന്നത്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇതായിരുന്നല്ലേ സ്ഥലം എന്നുള്ളത് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുകയും കാര്യമൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഓൾ ദ ബെസ്റ്റ് എല്ലാ ഇതിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, ലിസിയാൻഡിക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇവരുടെ ഡെഡിക്കേഷൻ എത്രത്തോളം ഉണ്ട്. ഒരു പരസ്യം പോലും ഇല്ലാതെ, അതാണ് ആ ചാനലിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പരസ്യം പോലും ഇല്ലാതെ ഇത്രയധികം വ്യൂവർഷിപ്പിലേക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് ആ ചാനലിനെ എത്തിക്കുവാൻ കഴിഞ്ഞ ഒരു ടീം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ പുറകിലും പ്രവർത്തിക്കുന്നതിലൊരു ഭാഗം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന്, ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഏതൊരു പ്രൊജക്റ്റിൻ്റെയും പുറകിലെ ഇൻറ്റൻഷൻ അതിൻ്റെ വിജയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇവരൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അറിയാം, ഓസ്ട്രേലിയ, ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ. അവിടെയൊക്കെ സ്വസ്ഥമായി ബിസിനസ് ചെയ്തും ജോലി ചെയ്തും കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ്. അവരതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു കൊച്ചു സിനിമയുടെ ഭാഗമാകാൻ വന്നതിൻ്റെ പുറകിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ല ഉദ്ദേശശുദ്ധിയുണ്ട്. കേവലം അവർ മുടക്കുന്ന പണത്തിൻ്റെ ലാഭം മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു നല്ല സന്ദേശം. കേരളത്തിൽ കേൾക്കുന്ന കഥകൾ അറിയാം നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഏറ്റവും ജനപ്രിയ മാധ്യമമായ സിനിമയിലൂടെ ഒരു നല്ല സന്ദേശം ഞങ്ങൾക്ക് സമൂഹത്തിന് പകർന്നു കൊടുക്കണം. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ സിനിമാ പ്രവർത്തകരും സിനിമാ ആസ്വാദകരുമായ പ്രിയ സഹോദരി സഹോദരന്മാർ, വാക്കുകൾക്കോ ആശംസകൾക്കോ ഇനി വലിയ പ്രസക്തിയില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ തീർച്ചയായും വലിയ സ്വപ്നങ്ങളോടെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരാശയത്തെ അഭ്രപാളികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിന് അണിയറ പ്രവർത്തകർ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായ സഹായങ്ങൾക്ക് വേണ്ടി പലരെയും സമീപിക്കുകയും ഈ നല്ലൊരു പ്രോജക്റ്റിന് വേണ്ടി നിക്ഷേപിക്കാൻ തയ്യാറായി മുൻപോട്ട് വരികയും കുടുംബം ഒരുമിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന കലാമൂല്യമുള്ള നല്ലൊരു സിനിമയായി
CN ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന സ്വർഗം എന്ന ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.